ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തേങ്ങയൊക്കെ വറുത്തരച്ചൊരു നാടൻ സാമ്പാർ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് കഴുകിയിട്ട് പച്ചക്കറികൾ എല്ലാം തന്നെയുണ്ട് കേട്ടോ. അതിനകത്തിപ്പോൾ ഞാൻ കുക്കറിനകത്ത് വെക്കുന്നതുകൊണ്ട് തക്കാളിയും മുരിങ്ങയ്ക്കായും വെണ്ടയ്ക്കായും ഒക്കെ ഏറ്റവും മുകളിലാണ് ഇട്ടേക്കുന്നത്. 2 ട്രിപ്പായിട്ട് വെക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതൊരു വിസിലേ ഞാൻ അടിക്കുള്ളൂ, അധികം വേവിച്ച് കളയുകയില്ല. കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കരിവേപ്പിലയും ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് കുക്കറടച്ച് അടുപ്പത്ത് വെക്കാം. ഇതിനകത്ത് നമ്മൾ സാമ്പാർ പൊടി ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ സാമ്പാറിന് അരയ്ക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം. നന്നായിട്ട് ചിരണ്ടി എടുത്ത കുറച്ച് തേങ്ങ, കുറച്ച് ചുമന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു 1/4 സ്പൂൺ നല്ല ജീരകം, 1/4 സ്പൂൺ ഉലുവ, കുറച്ച് കടുക്, അതും 1/4 സ്പൂണിന് താഴെ മതി, കുറച്ച് കരിവേപ്പിലയും വേണം. ആദ്യം ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ നമ്മൾ തേങ്ങ ഒഴികെയുള്ള ബാക്കി എല്ലാ സാധനവും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതൊരു വക ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങയിലേക്ക് ഇടാം. തേങ്ങയും കൂടെ നല്ല കളറായി വരുമ്പോൾ 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ നമുക്ക് ചേർക്കാം. കായം പൊടിയല്ല ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ മസാല വറുത്തപ്പോൾ ആദ്യം തന്നെ കായം എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. അതിലേക്ക് ബാക്കി സാധനങ്ങളും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലതായിട്ട് വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യം ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുക്കറിൽ വെച്ച സാധനം ഒരു വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫാക്കി വെച്ചതാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോൾ അതിൻ്റെ എയറെല്ലാം പോയി. അധികം വെന്ത് പോയിട്ടില്ല, നല്ല കണക്കിന് വെന്തിട്ടുള്ളൂ. നമുക്കതൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റാം. ഈ കഷ്ണത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂടി നന്നായി അരച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം നമ്മൾ വെള്ളത്തിലിട്ടിരിക്കുന്ന പുളി ആവശ്യത്തിന് മാത്രം, അതിൻ്റെ ടേസ്റ്റ് നോക്കി ഒഴിക്കാവുള്ളൂ. കൂടുതലിട്ടെങ്കിൽ അത് മൊത്തം പിഴിഞ്ഞൊഴിക്കേണ്ട. നമുക്ക് വേണ്ട ടേസ്റ്റിനനുസരിച്ചുള്ള പുളിയും കൂടി അതിനകത്ത് ഒഴിച്ചെടുക്കാം. ചില ആളുകൾ സാമ്പാർ വെക്കുമ്പോൾ എക്സ്ട്രാ പുളി ചേർക്കാറില്ല. ഈ തക്കാളിയുടെയൊക്കെ പുളിയൊക്കെ മതിയാവും, പക്ഷേ നമുക്ക് അല്പം പുളിയൊക്കെ വേണം. ഇനി നമുക്കൊരു ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ ആവശ്യമുള്ള കടുകും കരിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ മുറിച്ചിട്ട് ഒന്ന് താളിച്ചെടുക്കാം. കായം ചേർക്കാത്തവർക്ക് വെളുത്തുള്ളി ഈ സമയത്തൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ നല്ലത്. ഞാനിപ്പോൾ കായപ്പൊടി ചേർത്തിട്ട് ആ എണ്ണയിലേക്ക് ചേർത്ത് ഒന്നിച്ച് മിക്സാക്കി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉച്ചയൂണൊക്കെ റെഡിയായി. സാമ്പാർ ഒഴിച്ച് നല്ല രുചിയായിരുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളിങ്ങനെയാണ് വെക്കുന്നതൊക്കെ എന്നോട് പറയണം കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.